DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുംബൈയും അതുപോലെ തന്നെ ചെന്നൈയും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങി മുംബൈക്ക് ഈ പറഞ്ഞ ടോപ്പ് 3യുടെ ഒരു പെട്ടെന്നുള്ളൊരു പുറത്താകൽ ഈ പറയുന്ന റണ്ണൊഴുക്ക് ഒന്ന് തടഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 155 എന്നുള്ളതിനേക്കാൾ ഒരു 170-80 എന്നുള്ളൊരു സ്കോറിലോട്ട് കുറഞ്ഞത് എന്തായാലും മുംബൈ ഇന്ത്യൻസ് എത്തുമായിരുന്നു. പക്ഷേ ഈ ഒരു സ്കോർ ആണെങ്കിൽ പോലും അത്യാവശ്യം സെക്കൻഡ് ലാസ്റ്റ് ഓവർ വരെ അല്ലെങ്കിൽ ലാസ്റ്റ് ഓവർ വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഈ പറയുന്ന മുംബൈയുടെ ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ജയം തന്നെയാണ്. 2 പോയിന്റുകൾ വളരെ ഈ പറയുന്ന നിർണായകം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെന്നൈ തീർച്ചയായിട്ടും അവരുടെ ഗ്രൗണ്ടിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിലെ ആദ്യ വിജയം തന്നെ നേടിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ രോഹിത് ശർമ്മ 0-ന് പുറത്താകുന്നു. അതിനുശേഷം റിക്കിൾട്ടൺ ആണെങ്കിലും ജാക്സ് ആണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാണ്ട് പുറത്താകുന്നു. അതിനുശേഷം തിലക് വർമ്മയും സൂര്യകുമാർ യാദവും കൂടെ ഈ പറഞ്ഞുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. അതൊരു മികച്ചൊരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. അവർ നല്ല റൺ റേറ്റിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതൊക്കെയും. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പം തിലക് വർമ്മ ആണെങ്കിലും 31 റൺസ് എടുത്ത് പുറത്തായി, 25 ബോളിൽ 31. സൂര്യകുമാർ യാദവ് 26 ബോളിൽ 29 റൺസ് എടുത്ത് പുറത്തായി. അതിനുശേഷം ഈ അവസാനം നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇപ്പം റോബിൻ മിൻസൊക്കെ ആണെങ്കിലും വെറുതെ ഒരു ഷോട്ട് കളിച്ച് ഔട്ടായതുപോലൊക്കെ തോന്നി. അപ്പൊ അതുപോലെ തന്നെ പിന്നെ അവസാനം ഒരു കുറച്ച് വാശിയോടെ കളിച്ചത് ദീപക് ചഹർ മാത്രമാണ്. എന്താണ് ചെന്നൈയോട് ഇത്ര ദേഷ്യം എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. കാരണം ഓരോ 6ഉം 4ഉം ഒക്കെ അടിക്കുമ്പോഴും ദീപക് ചഹർ അത്രയും ആവേശം കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം ദീപക് ചഹർ മാത്രമാണ് അവസാനം കുറച്ച് റൺ ഉയർത്താനുള്ള ശ്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് 155 എന്നുള്ളൊരു സ്കോറിലോട്ട് എത്താനും കാര്യമായത്. പിന്നെ ഖലീൽ അഹമ്മദ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബോളിംഗ് പെർഫോമൻസ് തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്പിൻ ട്രാക്കാണ്, ബോളിംഗ് പിച്ച് ആണെങ്കിൽ പോലും സ്പിൻ ട്രാക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ എന്നിട്ടും അവിടെ 3 വിക്കറ്റുകൾ നേടി എന്നുള്ളത് പ്രശംസിക്കാൻ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നൂർ അഹമ്മദ് പറയുന്ന പോലെ ചെന്നൈയുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫിഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് മുംബൈയായിട്ടുള്ള മത്സരത്തിൽ ഏറ്റവും നല്ലൊരു ബോളിംഗ് ഫിഗർ തന്നെയാണ് ഈ പറഞ്ഞ നൂർ അഹമ്മദ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റുകൾ അദ്ദേഹം നേടി. ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രശംസ അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറുപടി ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും രച്ചിൻ രവീന്ദ്ര വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് കളിച്ചു വന്നത്. കാരണം പിച്ച് കണ്ടീഷൻ അധികം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ വളരെ ശ്രദ്ധയോട് തന്നെയാണ് രച്ചിൻ രവീന്ദ്ര കളിച്ചത്. അതുകൊണ്ട് തന്നെ അവസാനം ഫിനിഷ് ചെയ്യാനും രച്ചിൻ രവീന്ദ്ര ഉണ്ടായിരുന്നു. 65 റൺസ് ആയിട്ട് 45 ബോളിൽ 65 റൺസ് ഓടെ ചെന്നൈയുടെ വിജയത്തിന് ഒരു പകുതിയിൽ കൂടുതൽ പങ്കുവഹിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബാറ്റിങ്ങിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതിനുശേഷം ഗേക്വാദിന്റെ ഒരു പ്രകടനം തീർച്ചയായിട്ടും അത് ഇപ്പൊ മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പറയുകയും ഉണ്ടായി. ഈ പറയുന്ന പോലെ ഗേക്വാദിന്റെ ഒരു ഇന്നിങ്സ് ആണ് ഈ മുംബൈയുടെ കയ്യിൽ നിന്നും കളി കൊണ്ടുപോയത്. കാരണം ഒരു ഇന്നിങ്സ് അവിടെ അത്രയും ഒരു നല്ലൊരു ഇന്നിങ്സ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഒരു പക്ഷേ ഈ മത്സരം ജയിക്കായിരുന്നു. കാരണം അത്രത്തോളം മുംബൈ അവസാനം എറിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഈ പറയുന്ന മുംബൈ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമല്ലേ നമ്മുടെ വിഘ്നേഷ് പുത്തൂര് ഈ പറയുന്ന പോലെ ഓവർ എറിയാൻ വരികയും വിക്കറ്റുകൾ നേടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ മൊത്തത്തിലുള്ള ഒരു മുംബൈ ഇന്ത്യൻസ് ചാർജ് ആയതും അല്ലെങ്കിൽ ജയപ്രതീക്ഷ അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹവും വാശിയൊക്കെ വന്നതും അതിനുശേഷമാണ്. അതുവരെ വളരെ കൂസൽ ഇല്ലാണ്ട് ആണ് എല്ലാവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നത്. അപ്പൊ അതെനിക്കൊരു വലിയൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം തന്നെയാണ്. അപ്പം പക്ഷെ എങ്കിലും ഈ പറയുന്ന പുത്തൂരിന്റെ കാര്യം എടുത്തു പറയണം. 3 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഡെബ്യൂട്ട് മാച്ചിൽ അദ്ദേഹം നേടിയത്. വളരെ നല്ലൊരു ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയുള്ളൊരു ഒരു താരം തന്നെയാണ് നമ്മുടെ വിഘ്നേഷ് പുത്തൂര്. ശരിക്കും നമ്മുടെ അഭിമാനമാണ്. തീർച്ചയായിട്ടും അത് എടുത്തു പറയണം. പിന്നീട് അങ്ങനെ നല്ലപോലെ എറിയാനോ എറിഞ്ഞു പിടിക്കാനോ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെന്നൈ ആരാധകർക്ക് ധോനി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ബോൾ കളിക്കാൻ ധോനിക്ക് അവസരം ഉണ്ടായി. കാരണം അന്നേരത്തേക്കും ജഡേജ വരെ ഉള്ള താരങ്ങൾ പോയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ധോനിയെ കാണാനും ഈ പറയുന്ന പോലെ ആരാധകർക്ക് കഴിഞ്ഞു. അത് അവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും IPL ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും ഈ പറയുന്ന പോലെ കുറച്ച് റിലീഫും ഒക്കെ തരുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ക്രിക്കറ്റും അതുപോലെ തന്നെ ഈ IPL-ഉം. അപ്പൊ എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും വീണ്ടും കാണുന്നതായിരിക്കും.